ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും നല്ലൊരു വീഡിയോയിലേക്ക് വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മുടെ ചെറുതുരുത്തി നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു, അതിനോടനുബന്ധിച്ചൊരു വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതാ നവകേരള ഭാഗമായിട്ട് നമ്മുടെ പരാതികൾ നമുക്ക് അവരെയൊക്കെ ബോധിപ്പിക്കുക എന്നുള്ളൊരിതുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു 8-10 വർഷമായിട്ടുള്ളൊരു കംപ്ലൈൻ്റാണ്. അപ്പോൾ അത് ഞാനിത് അതുപോലെ എഴുതിയിട്ട് നമ്മുടെ എല്ലാ പ്രൂഫും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതവിടെ കൊടുക്കാന്നുള്ള രീതിയിലാണ് ഞാൻ പോണത്. ആദ്യം പോണില്ല എന്ന് വിചാരിച്ചതാണ്. പിന്നെ ഇന്നലെ രാത്രിയാണ് ഇന്നത്തെ ഒരു വിഷയം നമ്മൾ ഇതാക്കണത്. അപ്പോൾ പിന്നെ കാലത്തന്നെ അപ്പം തന്നെ പോയി ഫോട്ടോസ്റ്റാറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഒക്കെ സെറ്റാക്കി ഞങ്ങളങ്ങനെ റെഡിയാക്കി എഴുതി തയ്യാറാക്കി പോയതാണ്. പിന്നെ അപ്പോൾ അങ്ങനെയായിട്ട് അവിടെ പോയപ്പോൾ പോലീസുകാരൊക്കെ നല്ല കമ്പനിയായിരുന്നു. അങ്ങനെ ഒരു സെൽഫിയൊക്കെ എടുത്തതിന് ശേഷത്താണ് നമ്മൾ ഭയങ്കരമായിട്ട് കേട്ടോ, തൃശ്ശൂർ ജില്ലത്തെ ഒരുവിധം പോലീസുകാരൊക്കെ ഉണ്ടാവും അവിടെ. കാരണം നല്ല സെക്യൂരിറ്റിയാണ് പോലീസിൻ്റെ. നല്ല മന്ത്രിമാർ 21 മന്ത്രിമാർ വരിക എന്ന് പറഞ്ഞാൽ അത്രയും സെക്യൂരിറ്റീസ് വേണം. അപ്പോൾ ഇതാണ് സ്കൂൾ കേട്ടോ, ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളാണ്. അപ്പോൾ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് കാണുമ്പോൾ തന്നെ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 11 മണിയാവും വരാമെന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് 8 മണി മുതൽ 10 മണി വരെയാണ് നമ്മുടെ കംപ്ലൈൻ്റൊക്കെ പരാതിയിൽ അവിടെ കൊടുക്കേണ്ട ടൈം. അങ്ങനെ ഞങ്ങൾ ഇതാ മുന്നോട്ട് നടക്കുക. പിന്നെ ഉള്ളിലേക്ക് അലൗഡ് ആണോ ആ സാധനങ്ങൾ നേരത്തെ പോയിരുന്നു, ഒരു 7 മണിക്കൊക്കെ പോയിരുന്നു. അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് ഇത് കംപ്ലൈൻറ്റ് കൊടുക്കണം, പരാതി കൊടുക്കണതിന് ഇപ്പം തന്നെ ചെല്ലാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ ആയിട്ട് എണ്ണം നിന്നിരുന്നു. പിന്നെ പറഞ്ഞു ആ കുഴപ്പമില്ല, അവിടെ പോയിരിക്കാം, സൗകര്യം എല്ലാത്തിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയിരിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ലുബമോൾക്കും ഹിബമോൾക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. കാരണം നല്ല പാട്ടും കൊട്ടും ബലൂണും ഇത് മക്കൾക്കറിയില്ലല്ലോ എന്ത് സംഭവങ്ങളെന്ന്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമായി ഇത് കണ്ടപ്പോൾ. എന്നിട്ടത് അവിടെ പോയി കാണണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ആദ്യം വന്നത് എന്തിനാ, പരാതി കൊടുക്കാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എവിടെ സ്ഥലം എന്ന് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം എവിടെയെന്ന് ചോദിച്ചു, ഒരു പോലീസുകാർ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചോദിച്ചിട്ട് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിൻ്റെ തൊട്ടപ്പുറത്തെ ക്ലാസ് റൂമിലാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും മക്കളൊക്കെ ആയിട്ട് എൻ്റെ സിസ്റ്ററിലോ ഉണ്ടായിരുന്നു, അവരും കൂടിയിട്ട് പോയി. അപ്പോൾ അവിടെ നിന്ന് ഉള്ളിൽ നിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണ് കാണിച്ചു തന്നിട്ട്, അങ്ങോട്ട് മുഴുവനായിട്ട് കാണുന്നില്ലെങ്കിലും ചെറുതായിട്ട് കണ്ടു. അങ്ങനെ ഇവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യണത് കേട്ടോ. ഇവിടെ ഇങ്ങനെ ചെയറും കാര്യങ്ങളൊക്കെ ആർക്കും ഇരിക്കേണ്ട ഒരു തടസ്സങ്ങൾ വരുന്നില്ല. ഇരിക്കാനുള്ള തടസ്സം ബുദ്ധിമുട്ടും വരുന്നില്ല. കാരണം എല്ലാവർക്കുള്ള സ്ഥലം സൗകര്യമാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെയായിട്ട് 8 മണി മുതൽ 10 മണി വരെയാണ് കൗണ്ടർ ഓപ്പൺ ചെയ്യുക. 5, 6, 7, 8, 9 അങ്ങനെയാണ് 4-5 കൗണ്ടറുകൾ അങ്ങനെയാണ് തോന്നുന്നു. അങ്ങനെ ഓരോ ക്ലാസ് റൂമിൽ ഓരോ കൗണ്ടറുകളാണ്. അപ്പോൾ നമ്മുടെ കൗണ്ടർ 7 ആയിരുന്നു. 7ലാണ് ഞങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റിയത്. രാവിലെ 7 മണിക്ക് പോയതുകൊണ്ട് തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. കൗണ്ടർ തുറന്നിട്ടില്ല, കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തുറന്നപ്പോൾ എല്ലാവരും കൂടി ഉള്ളിലേക്ക് എത്തി. പക്ഷേ അധികം തിരക്കുണ്ടായിരുന്നില്ല, അത്രയും നേരത്തെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കുണ്ടായിരുന്നു. പിന്നെ അവർ വേഗം എടുത്തിട്ട് നോക്കണുണ്ട്. അതിന് മുന്നേ തന്നെ ആയിട്ട് അവർ ഇങ്ങനെ എല്ലാവരും സെറ്റാക്കി വെക്കുന്നുണ്ട്. ഇനി ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ അപേക്ഷ വാങ്ങണവരുണ്ടല്ലോ, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുന്ന് മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ ഓരോന്ന് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. നമ്മൾ ഇവിടെ എത്താട്ടോ കൊടുത്തത്, നമ്മുടെ അപേക്ഷ കൊടുത്തത് ഇവരെ എത്താണ്. അതിന് ശേഷം അതുപോലെ തന്നെ നമുക്ക് ഒരു ഇത് തന്നു അവർ. ഈ സ്ലിപ്പ് നമ്മൾ എടുത്ത് വെക്കണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിനി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ കുട്ടികൾ പറഞ്ഞു ബാക്കിൽ നിന്ന് നല്ല കൊട്ടും പാട്ടും കേൾക്കുന്നുണ്ട്, അപ്പോൾ അവിടെ നിന്ന് കാണണം വെച്ചെന്ന് പറഞ്ഞു. പിന്നെ നമ്മളിതിൽ എന്തായാലും പങ്കെടുക്കണില്ല, പക്ഷേ ജസ്റ്റ് പങ്കെടുത്ത് നമ്മുടെ കംപ്ലൈൻറ്റ് പരാതി ബോധ്യപ്പെടുത്തിയിട്ട് നമ്മൾ തിരിച്ചു പോകാമെന്നുള്ള ഉദ്ദേശം. പക്ഷേ കുട്ടികൾക്ക് അവിടെ ഭയങ്കര കൊട്ടും പാട്ടൊക്കെ കേട്ടപ്പോൾ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഒന്നും ആയിട്ടില്ല, ആരും വന്നിട്ടുമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ, ആരും തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ഒക്കെ ഒന്ന് വീഡിയോ എടുത്ത് നോക്കിയതാണ്.
അങ്ങനെ പിന്നെ ചില കുടുംബശ്രീക്കാർ അങ്ങനെ ഹരിതകർമ്മസേന അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ഇതുപോലെ ഡ്രസ് കോഡാണ്. പിന്നെ അവിടെ വളണ്ടിയേഴ്സ് ഒക്കെ ഉണ്ട്. അവരൊക്കെ പിന്നെ പെൺകുട്ടികളൊക്കെ ആയിട്ടാണ് വളണ്ടിയേഴ്സൊക്കെ വരുന്നത്. അവരൊക്കെ അവരുടെ നല്ല യൂണിഫോമിൽ തന്നെ നല്ല വേണ്ടതുപോലെ ഡ്രസ്സിന് മേലെ ടീഷർട്ട് ഇട്ടിട്ട് നവകേരള എന്നുള്ളൊരു ഇതൊക്കെ ആയിട്ടുള്ളതാണ് അവരുടേത്. അങ്ങനെ ഹിബമോൾ അന്തം വിട്ട് നടക്കുകയാണ്, ഒപ്പം വരുന്നുണ്ട്, ആകെ അന്തം വിട്ട് നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചാടിയിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞാൽ ഇത്രയും ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ നിറച്ച് ആംബുലൻസ് എല്ലാ സെക്യൂരിറ്റീസും നോക്കുന്നുണ്ട് കേട്ടോ. ആംബുലൻസുകൾ, വാഹനങ്ങൾ, എല്ലാ അത്യാവശ്യത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്കൊരു ഡൗട്ടായി, കാരണം നമുക്ക് സ്റ്റേജിൽ കടക്കാൻ പറ്റുമോ എന്താണെന്നറിയില്ല, ഒക്കെ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, സാറിൻ്റെ ചോദിച്ചു അങ്ങനെ നമുക്ക് വീഡിയോ എടുക്കാൻ, പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റുമോ ഇപ്പം തന്നെ ചോദിച്ചു. കാരണം 7 മണിയായിട്ട് 7:30 ആയിട്ടുള്ളൂ. പക്ഷേ ഇത് വരുന്നത് 11 മണിക്കാണ് മന്ത്രിമാർ വരുന്നതെന്നാണ് പറഞ്ഞത്. പറഞ്ഞു കുഴപ്പമില്ല, ഇപ്പോൾ അലോഡാണ്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇനി അവർ വരുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് ഒക്കെ ഒന്ന് അവർ എല്ലാവരെയും ഒന്ന് ഒഴിവാക്കേണ്ടവരെ ഒഴിവാക്കി അങ്ങനെ തിരക്കില്ലാത്ത രീതിയിലാക്കുന്നത്. നമ്മൾ ഒരുപാട് ആഴ്ച വരുന്ന സാറാണ് പോയത്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഇതാ നമ്മളെ കേരള കലാമണ്ഡലത്തിലുള്ള നല്ല നർത്തകിമാരും അങ്ങനെ കൊട്ടും പാട്ടൊക്കെ ആയിട്ടുള്ള അങ്ങനെ ജാതി മതം അങ്ങനെ ഇല്ലാതെ 2-3-4 കൊട്ടും പാട്ടൊക്കെ ആയിട്ടുള്ള ഒരു ആൾക്കാരെ അറേഞ്ച് ചെയ്തിരിക്കുക. അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ഇതാണ്. കൊട്ടും പാട്ടൊക്കെ കഴിഞ്ഞ് കുറച്ചാണ്ട് കയറി ചെന്നപ്പോൾ ഇതുപോലെ ഇവരൊക്കെ പരാതി കൊടുക്കാൻ വേണ്ടി വന്നവരാണ് കേട്ടോ. അവർക്ക് വഴി മാറിയിട്ട് സ്റ്റേജിലേക്കാണ് കയറി വരുന്നത്. പക്ഷേ കംപ്ലൈൻറ്റ് കൊടുക്കുന്നത് വേറൊരു ഭാഗത്തായിരുന്നു. അങ്ങനെ പോലീസുകാരൊക്കെ അങ്ങോട്ട് അവർക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞതാ ഇവിടെ ഇപ്പോൾ ഒന്നും കയറൊന്നും കെട്ടിയിട്ടില്ല, കാരണം കയറ് കെട്ട് അവിടെയൊക്കെ സെറ്റാക്കി വെക്കണേ ഉള്ളൂ കേട്ടോ നമുക്ക് ഇറങ്ങണോടത്ത്. അപ്പോൾ ഞങ്ങൾ അതിനെ വേഗം ചാടി ഇറങ്ങി, കാരണം അവിടെ വേറെ തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ആരുമില്ല കേട്ടോ, കാരണം ഇതിപ്പോൾ തുടങ്ങണതിൻ്റെ കുറച്ച് മുന്നാണ്. കാലത്ത് 7 മണി 7:30 8 മണിയാവാനായിരുന്നു അപ്പത്തിന് കേട്ടോ. അപ്പോൾ 8 മണിയാവാൻ നേരത്താണ് ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ കുറച്ചങ്ങോട്ട് ഉള്ളിലേക്ക് കയറി ചെന്നു. അവിടെ നിന്നൊക്കെ എടുത്തൊരു വ്യൂ ആണിത് കേട്ടോ. ആൾക്കാരും എത്തിയിട്ടുണ്ടായിരുന്നില്ല, പോലീസ് സെക്യൂരിറ്റിയും പിന്നെ അത്യാവശ്യം മീഡിയാസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അവിടെ. പിന്നെ ഇതൊക്കെയാണ് അവിടുത്തെ അറേഞ്ച് ചെയ്ത സംഭവങ്ങൾ. ഇപ്പോൾ ആരുമില്ല, ഇനി കുറച്ച് കഴിയുമ്പോഴത്തേനും എല്ലാം ഫില്ലിങ് ആവാനാണ് ചാൻസ്. കാരണം ഇപ്പോൾ തന്നെ നമ്മൾ വരുമ്പോൾ തന്നെ ഓരോരുത്തരും വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും അറേഞ്ച് ചെയ്തു. ഭയങ്കര വലിയ ഗ്രൗണ്ടാണ് കേട്ടോ നമ്മുടെ സ്കൂളിലത്തെ. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഇരിക്കാൻ പറ്റിയൊരു സ്റ്റേജും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ മീഡിയകളുടെ ക്യാമറകളൊക്കെ ഭയങ്കരമായിട്ട് വെച്ചിട്ടുണ്ട്, അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ എന്തോ ഹരിതകർമ്മസേന എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അവരൊക്കെ ഒരു ഇത് വേണ്ട ഹെൽപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയാണ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണുന്നുള്ള രീതി കേട്ടോ. ഇതിൽ നമ്മൾ ഉൾപ്പെടുന്നില്ല, കാരണം ഇത് നമ്മൾ പരാതി കൊടുക്കാൻ വന്നപ്പോൾ ആ സ്റ്റേജ് കുട്ടികൾക്ക് കൊട്ടും പാട്ടൊക്കെ കേൾക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അവിടെ നിന്നതിന് ശേഷം ഒന്ന് സ്റ്റേജ് വീഡിയോ എടുക്കുന്നതാണ് അറേഞ്ച് ചെയ്യാൻ. പിന്നെ ഇത് ഒരുപാട് മീഡിയാസിൻ്റെ ക്യാമറകളൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഉയർത്തി വെച്ചിട്ടുണ്ട്, കാരണം എല്ലാവർക്കും ഇപ്പോൾ ഇന്നത്തെ ന്യൂസ് ഇപ്പോൾ നമ്മൾ ഇവിടുത്തായിരിക്കും അധികം. അങ്ങനെ ഇതൊക്കെയാണ് അവിടുത്തെ നേർക്കാഴ്ചകൾ. ഇതൊക്കെ ഞാൻ നേരിട്ട് പോയിട്ട് എടുത്ത കാഴ്ചകളാണ്. അങ്ങനെ ആയിട്ട് ഞങ്ങളിതാ ഒരുവിധം വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ ഞാനും രൂപമോള് ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ പിന്നാലെ ക്യാമറയും പിടിച്ച് വരുന്നുണ്ട്. ചിലവരൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ, ക്യാമറയിൽ നിൽക്കാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെ ഇതാവണില്ല. അങ്ങനെ നമ്മൾ വരുന്നു.
ഈ പോലീസ് ഒക്കെ ക്ഷീണിച്ച് ആകെ ആവശ്യമായി കുറേ നേരമായി നിൽക്കണം. അപ്പോൾ ഒന്ന് സൈഡായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോയ പോലെ തിരിച്ചു വരുമ്പോൾ അവിടെ കയറാനും ഇറങ്ങാനും ഉള്ള ഫ്രണ്ടിലത്തെ ഒരു ഇതൊക്കെ അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ മതിൽ ചാടി വന്നു എന്ന് പറയും. പക്ഷേ അത് കയറൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ ചാടി വരിക ചെയ്തത്. പക്ഷെ പോകുമ്പോൾ ഇതുപോലെ അവർ ഇപ്പോൾ മോളത് നോക്കി നിൽക്കുകയാണ് കേട്ടോ. കാരണം പോകുമ്പോൾ എല്ലാ പക്ഷേ വരുമ്പോൾ അത് കണ്ടപ്പോൾ അവൾ നോക്കി നിൽക്കുകയാണ്. കുറച്ച് നേരം അതിൽ വട്ടം ചുറ്റി കളിക്കുക ചെയ്ത് അവർ കളിപ്പിക്കുകയായിരുന്നു. ഇപ്പം മോളെ അവിടുത്തെ അവർ കളിപ്പിക്കുകയോ ചെയ്തു കേട്ടോ. രണ്ട് ആൾക്കാർ ഇതാണ്ട് പച്ച കൊട്ടൊക്കെ പിടിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് പോകാൻ തയ്യാറെടുപ്പിനാണ്. എത്ര കളിച്ചാലും മതി വരാത്ത ഹിബമോളാണ്. ബലൂണിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നന്നായിട്ട് ഓടി കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പുറത്തിറങ്ങി. ഇപ്പോൾ കാലത്ത് നേരത്തെ വന്നതുകൊണ്ട് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ 4 പൊറോട്ട മേടിച്ചിട്ട് പോകാമെന്നുള്ള ഒരു ഇതിലാണ് വരുന്നത്. ഞങ്ങളിതാ പുറത്തിറങ്ങിയപ്പോൾ പുറത്ത് ഇതുപോലെ നല്ല സെക്യൂരിറ്റി പോലീസിന് ഒരുപാട് അങ്ങോട്ട് ദൂരെ വരെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ലാസ്റ്റ് വരുന്ന ടൈമിൽ എടുത്തൊരു ഫോട്ടോ ഒക്കെയാണത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇത് ബിഫോറാണ്, മന്ത്രി വരുന്നതിൻ്റെ മുമ്പുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. സ്കിപ്പ് ചെയ്യാതെ കാണും.